ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോട് സീരീസിൻ്റെ ചാപ്റ്റർ 3 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഹുസൈൻസ് ബിരിയാണി, അതായത് നമ്പർ 1 ബിരിയാണി എന്നൊന്നും പറയുന്നില്ല, ടോപ്പ് 10 ലിസ്റ്റിൽ, അതായത് കാലിക്കറ്റിലെ ടോപ്പ് 10 ലിസ്റ്റിന് വരുന്ന ഒന്നാണ് ഹുസൈൻസ് ബിരിയാണി. മീൻസ് ഒരു ടോപ്പ് 8 സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ അവിടെ പോയിട്ട് ബിരിയാണി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് നമുക്ക് റിവ്യൂവും പറയാം. മീൻസ് അതുപോലെ തന്നെ ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. ഇന്ന് നോർമലി ഒരു പടത്തിന് പോകണം, പൊന്മാന് മറ്റേ ബേസിലൊരു പടത്തിന് പോകണം. വൈകിട്ട് ലുലുവിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് കോഴിക്കോട് ലുലുവിൽ 6 മണിക്ക് കുഞ്ചാക്കോപ്പൻ്റെ പുതിയ മൂവിയുടെ ഒരു ട്രെയിലർ ലോഞ്ച് കൂടെ ഉണ്ട്, അതും കൂടെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥലം എത്തിയതാ. ഇതാണ് സാധനം, ഈ ഹുസൈൻസ് ബിരിയാണി സെൻറ്റർ. ഇതാണ് നമ്മളെ ഷോപ്പ്, ഹുസൈൻസ് ബിരിയാണി. ചെറിയൊരു ഷോപ്പാണ് സംഭവം, വന്നിട്ട് വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയില്ല, ആ ഒരു ലെവൽ ഓഫ് ഇതാണ്. ബിരിയാണി പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ബീഫാണ് പറഞ്ഞത്. ഇവിടെ ലഗോണുണ്ട്, ഞാനൊന്ന് ഒരു ലഗോണും ഒരു ബീഫും പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ 2 ബീഫിന് പറഞ്ഞു. ബീഫാണ് നല്ലതെന്ന് പറഞ്ഞേ, നോക്കാം. ബീഫിൻ്റെ കൺസിസ്റ്റൻസി, ചൂട്. ഫുഡ് കഴിച്ചതിന് കുഴപ്പമില്ല, ഒരു ആവറേജ് തന്നെ എനിക്ക് ഇവിടെ നിന്നും തോന്നിയത്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് എനിക്ക് നോർമലി ആവറേജ് ആയിട്ടാണ് തോന്നിയത്. റേറ്റ് എന്ന് പറയുന്നത് പ്രൈസ് അഫോർഡബിൾ ആണ്, 130 ഉള്ളൂ. മീൻസ് അതായത് ഈ അൺലിമിറ്റഡ് റൈസാണ്, അത് കുറച്ച് അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ബെറ്ററാണ്. പക്ഷേ ബിരിയാണിൻ്റെ ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഏതാണ് ബീഫാണ് ട്രൈ ഔട്ട് ചെയ്തത്, കുഴപ്പമില്ല, ഒരു ആവറേജ് ആ ഒരു ഫീലുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് റോഡ്. Continue on South Beach Road for 2 kilometers. ഓക്കെ. ഇതുണ്ട് നല്ല ഇതുണ്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ബീച്ച് കാണാനായിട്ട് വന്നപ്പോൾ നോർമലായിട്ട് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഇതുണ്ടാ, ക്ലിയർ ഉണ്ടാ ഇവിടെ നിങ്ങളുടെ ലൈറ്റ് കിട്ടാം. കോഴിക്കോട് ബീച്ച് റിവ്യൂ 10ൽ 10. ഇതിനാണ് ഞാൻ ഫുൾ റിവ്യൂ കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഫുഡിന് തന്നെ ശരിക്കും ഫുൾ റിവ്യൂ കൊടുക്കില്ല, നമുക്ക് ആവറേജ് പറയും. പക്ഷേ ബീച്ച് നൈറ്റ് വൈബ് ഒക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത്. മീൻസ് അത് ഈ ബീച്ചിൻ്റെ സാധനങ്ങൾ. ദിസ് ഈസ് മാനാഞ്ചിറ സ്ക്വയർ, ഇതാ സംഭവം. എല്ലാവിടെയും നമ്മൾ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ലീവ് മാത്രമില്ല. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് കോഴിക്കോട്. ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് വന്നിട്ട് തിയേറ്ററിൽ കയറുന്നത്. ARC കോഴ്സ് എന്നാണ് തിയേറ്ററിൻ്റെ പേര്, അല്ലേ? 4K ഡോൾബി അറ്റ്മോസ്. അപ്പോൾ തിയേറ്റർ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ മൂവി എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് കണ്ടിട്ട് പറയാം. ഓക്കെ, ഇതാണ് തിയേറ്റർ. അത്യാവശ്യം നല്ല അടിപൊളി തിയേറ്ററാണ്. മീൻസ് തിയേറ്ററിൻ്റെ പേരെന്താ ചോദിച്ചെന്ന് പറഞ്ഞാൽ ARC കോർണേഷൻ, അതാണ് തിയേറ്ററിൻ്റെ പേര്. ഡോൾബി ആറ്റ്മോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും തിയേറ്ററിൻ്റെ റിവ്യൂവും പറയാം, അതുപോലെ തന്നെ മൂവി കണ്ടിട്ട് മൂവി എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, അത്യാവശ്യം ഗുഡ് തിയേറ്റർ. ടിക്കറ്റ് എടുത്ത് ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 160, അതായത് ഒരാൾക്ക് 160, രണ്ടാൾക്ക് 320 അങ്ങനെ. തിയേറ്ററിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മീൻസ് അതായത് എന്താ പറയുക, ഒരു പ്രീമിയം ദാറ്റ് ടൈപ്പ് ഫീൽ. തിയേറ്ററിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഡോൾബി അറ്റ്മോസ് അല്ലേ ഇത്. നമ്മൾ പടം കണ്ട് ഒന്മാനപ്പം കണ്ടത് ശരിക്കും എനിക്ക് പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മീൻസ് എന്താ പറയുക, നോർമലായിട്ട് ബേസിൻ്റെ ആക്ടിങ് ആണെങ്കിലും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ തിയേറ്റർ 4K അല്ല, 2K ആറ്റ്മോസ് ആണ്. പക്ഷേ 4Kൻ്റെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് പാലക്കാട് വെച്ച് ഫാർ ബെറ്റർ ആയിരുന്നു പടം. എന്താ ബോൾ ഗ്രേപ്പ് 20 ഉള്ളൂ, അഫോർഡബിൾ.